എല്ലാവർക്കും നമസ്കാരം. ഡാടാ ഇവിടെ വന്നേ, നിന്റെ റിസൾട്ട് അറിഞ്ഞോ? ഫുൾ എ പ്ലസോ? അമ്മോ അമ്മോ ഒരു മിനിറ്റ്, നിന്റെ റിസൾട്ട് എന്തായി? എനിക്ക് ഫുൾ എ പ്ലസ് ആടി. നിന്റെ നോക്കിയോ എത്ര എ പ്ലസ് ഉണ്ട്? ഇല്ല, ഞാൻ നോക്കില്ല, നോക്കാൻ പോവാ. അപ്പോ അപ്പോ ഒരു മിനിറ്റ്, നിന്റെ റിസൾട്ട് എന്തായി? എനിക്ക് ഫുൾ എ പ്ലസ് ആടി. ഞങ്ങൾ ടൂറിന് പോവാ. എല്ലാവർക്കും എ പ്ലസോ? അയ്യോ അമ്മ എങ്ങനെ ഇത് അറിഞ്ഞ? നീ എങ്ങാണ് ഫുൾ എ പ്ലസ് ഇല്ലാതെ വീട്ടിലേക്ക് വന്നാൽ എന്നെ കൂടെ വർക്ക് ചെയ്ത മുന്നിൽ എന്റെ സ്റ്റാറ്റസ് എന്താക്കും? ഇപ്രാവശ്യം അങ്ങനെ മാർക്ക് കുറഞ്ഞാൽ അയ്യോ അച്ചാറിനെ കൊല്ലും. കഴിഞ്ഞ അവിടെ മാർക്ക് കുറഞ്ഞെന്നും പറഞ്ഞ് എന്നെ കല്ല് ചട്ടകം വെച്ച് കൊള്ളിച്ചു. 3 ദിവസം ഞാൻ പേടിച്ച് പനി പിടിച്ച് കിടന്നേ. ഇവിടെ ഇവിടെ മോഡൽ എക്സാമിന് ഇതാണ് നിന്റെ മാർക്കെങ്കിൽ ഫുൾ എ പ്ലസ് കിട്ടും. നീ ലോകത്തിന്റെ ചൂടെന്ന് അറിയും. അതൊക്കെ പോട്ടെ, നിന്റെ കഴിഞ്ഞ കലോത്സവത്തിലെ മോണാക്ട് ഉണ്ടല്ലോ, എക്സലന്റ്. നീ ഒന്ന് കാണിച്ചേ. മോണാക്ട് അല്ലേ ടീച്ചറെ? ഇപ്പൊ കാണിക്കാം. ഞാൻ രാവണൻ, ലങ്കാധിപൻ, സർവസംഹാരശക്തിയും കൈമുതലായവൻ, എല്ലാ രാജാക്കന്മാർ നാം ഒരു ഉപദേശം നൽകാം. ഏതൊരു മംഗളകരമായ പ്രവൃത്തിയും എത്രയും വേഗം പൂർത്തിയാക്കുകയും അശുഭകരമായ പ്രവൃത്തികൾ കഴിയുന്നത്ര വൈകിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലയോ ലങ്കാധിപ, ഇത്രയും വിവേകവും ബുദ്ധിയുള്ള അങ്ങ് എന്തിനാണ് മറ്റൊരാളുടെ പത്നിയെ ഈ ഉദ്യാനത്തിൽ തടവിലിട്ടിരിക്കുന്നത്? ഓ നാം ലങ്കാലക്ഷ്മി, ലങ്കയുടെ കാവൽക്കാരി. ആരാണ് നീ? എന്തിനു വന്നു? കള്ളനാണോ? നിനക്ക് യുഗമേ ശ്രീരാമദൗത്യവുമായി വരുന്നൊരു അഭിശ്രേഷൻ നേടി കൊള്ളുമ്പോൾ ഈ ലങ്കാവാസം അവസാനിപ്പിക്കണമെന്നാണ്. അവൻ വരട്ടെ, നമ്മോട് യുദ്ധം ചെയ്ത് സീനെ സ്വന്തമാക്കട്ടെ, 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 സ്വന്തമാക്കട്ടെ. എന്നടിച്ചത് ഞാൻ അവിടെ സ്വന്തമല്ല, അതുകൊണ്ടല്ല അവരെന്നെ ഇങ്ങനെ തല്ലുന്നത്. എന്താ ടീച്ചറെ? നീ ടെൻഷൻ അടിക്കാൻ മോളെ, ഞാൻ നിന്റെ പാരൻസിനോട് സംസാരിക്കാം. വേണ്ട ടീച്ചറെ, വേണ്ട. ഞാൻ എന്താ ചെയ്യാ? ഞാൻ എങ്ങോട്ടെങ്കിലും ഞാൻ പോവാ. എന്നടി എതൊക്കെ തീരുമാനം സങ്കടപ്പെട്ട ആഴാതാഴാതാ നാലെടുക്കണ്ടേ? നീ ചോക്ലേറ്റ് സാപ്പിട എല്ലാമേ ശരിയാ. കാസൊക്കെ പിന്നെ തന്നാ മതി. അപ്പൊ നാളെ பார்க்கலாம். എനിക്ക് അച്ഛനും വേണ്ട, എനിക്ക് കയറ് മതി. നിങ്ങൾക്കറിയോ എനിക്കുണ്ടായിരുന്നു ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് നിങ്ങൾക്ക് എത്തിയോ? എങ്ങനെ നിങ്ങൾക്ക് തെറ്റി? ആത്മഹത്യ ഒന്നിന്റെ ഒരു പരിഹാരമല്ല. തോൽവിയുടെ പേര് പറഞ്ഞ് നിങ്ങൾ കുട്ടികളെ ഒറ്റപ്പെടുത്തുമ്പോൾ അവർ ചിലപ്പോൾ ചെന്നെത്തുന്നത് ലഹരി മാഫിയയുടെ കൈകളിലേക്കോ അല്ലെങ്കിൽ മരണത്തിലേക്കോ ആകും. അങ്ങനെയുള്ളൊരു തോളിത്തട്ടി രണ്ട് വാക്ക് പോട്ടെ, സാരമില്ല. ഈ ലോകം അക്കാദമിക് വിജയങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, വിവിധ കഴിവുകളെ അംഗീകരിക്കാൻ